ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. PK ട്രോൾസിന്റെ ട്രോളാണ്. എന്താ ചിരിക്കണ? ഒന്നുമില്ല, പെന്തിന്ന് കേൾക്കുമ്പോ തന്നെ ചിരി വരിക. പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്തിനാ ചിരിക്കണേന്ന്. ചിരിക്കാൻ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതെ, കോട്ടക്കണക്കിന് വെച്ചിട്ടുണ്ടല്ലോ. അപമാനോ നാണക്കേട്. സാധാരണ ഒന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് കുറെ എണ്ണാണ്. ഇത് ഒന്നും രണ്ടും അല്ല, അതാണ് എല്ലാം ചെയ്തിരിക്കുന്നത് മൊത്തം അങ്ങനെ. ദൈവത്തെക്കാൾ ഭീകരനാണ് ദൈവം. കല്ലിലും മുള്ളിലും എല്ലായിടത്തും നിന്നാണല്ലോ. അതിനേക്കാൾ അപ്പുറത്താണ് പെദ്ദി ഇല്ലാത്ത സ്ഥലം. തീട്ടത്തെ നോക്കി പറയും അതിന്റെ പേര് പെദ്ദി സാർ. എന്തായാലും ട്രോള് കാണാം. അയ്യോ ചിരിക്കാം. കുറെ റോസ്റ്റ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമ്മളിപ്പോൾ പറയുന്നില്ല. ചെറിയൊരു കോപ്പി സ്ട്രൈക്ക് തന്നിട്ടുണ്ട് സ്വാമി, കറുപ്പ് സ്വാമി. ഓക്കെ, എന്തായാലും നമുക്ക് ട്രോൾ കാണാം. എന്റെ പൊന്നു മക്കളെ, എന്തോ നമ്മുടെ ചിന്തകൾക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങളാവാം ഒരു പക്ഷേ ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. പേര് അപ്പണ്ണ ടെണ്ടുൽക്കർ, വയസ്സ് 19. അപ്പണ്ണ സർ, എന്റെ ഫേവറേറ്റ് പ്ലെയർ ടെണ്ടുൽക്കർ. അതെ സർ, അതുകൊണ്ട് ഞാൻ ആ പേര് ചേർത്തത്. ഗുഡ്. അയ്യടാ ചിരിക്കട്ടോ. ആ ചിരിക്ക് കൊടുക്കണം 1530 രൂപ ടാക്സും. പേര് വെങ്കട് സർ, വയസ്സ് 16 സർ. ഫേവറേറ്റ് പ്ലെയർ ധോണി സർ. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. പേര് ഗോവിന്ദ് സർ, വയസ്സ് 16. ഓക്കെ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? നിനക്ക് ഫേവറേറ്റ് ക്രിക്കറ്റർ ഒന്നുമില്ലേ? ഉണ്ട് സർ, എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെദ്ദിയാ സർ. പെദ്ദി? അതെ സർ, പെദ്ദി. ഇങ്ങനെ ഒരാളാ അറിഞ്ഞൂടെ? ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പേര് വാസു, എന്റെ ഫേവറേറ്റ് റെസ്ലർ പെദ്ദി സർ. പെദ്ദി? എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് തന്നെ ഒരു എത്തും പിടി തോന്നിട്ടില്ല. പിന്നെയാണ് നിങ്ങൾക്ക് അത് കറക്റ്റ്. പെദ്ദി, പെദ്ദി. എന്റെ പേര് അരുൺ കുമാർ, എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി സർ. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ പെദ്ദി, പെദ്ദി. കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്റെ അനന്ത, ഈ നാട്ടിലായാലും പത്രം നോക്കിയാലും TV തുറന്നാലും പെദ്ദി, പെദ്ദി, പെദ്ദി. അങ്ങനെയാണ്ട് അണ്ടി. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പെദ്ദി അത് ഈ നാട്ടിലേതെങ്കിലും ദൈവത്തിന്റെ പേരാ? ആരവൻ? അവനോ? ബഹുമാനത്തോടെ സംസാരിക്കടാ. മഹാനല്ലേ മഹാൻ. ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാ നിങ്ങൾ ഇതൊന്നും അല്ല. സാറി ഇരിക്കുന്ന കല്ലിന്റെ പേര് വരെ പറ്റിയെന്നാ സാറേ. സത്യ സാറേ, പെദ്ദി 6 അടിച്ചപ്പോഴേ പന്തി ഈ കല്ലിൽ വന്ന് കൊണ്ടോണ്ടിട്ട പേരാ. അതെയോ? ഇത് ഭയങ്കര സംഭവം തന്നെ. അത് ഗോപി, ഈ ഗ്രൗണ്ടിൽ നിന്ന് അടിച്ച ഇവിടെ വന്ന് വീഴുന്നത് സ്വാഭാവികല്ലേ? സാറേ, അവൻ അടിച്ചതേ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ അല്ല സാറേ. താൻ എന്ത് പാടോ തലയും നാലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? കാര്യം തുറന്നു പറയടോ. ആ ഗ്രൗണ്ട്, അതിന്റെ അടുത്ത ഗ്രൗണ്ട്, അതിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട്, 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്താണ് അവൻ അടിച്ച സാറേ. സ്വാഭാവികം. ആളുകള് എന്തൊക്കെ കഥയാണ് അടിച്ചിറക്കുന്നത്. ഇതെന്നാ പറയുന്നത്? ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്രേ തരത്തില് അല്ലളിയാ, ഈ സമയത്ത് ആ കല്ലിൽ ഇത് വീണത് എങ്ങനെ അറിഞ്ഞു? അതാണ് എനിക്ക് മനസ്സിലായത്. ഈ 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഇവർ കളി കണ്ടിട്ടുള്ളത്. ഇവരെങ്ങനെ ഈ 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്തുള്ള ഈ മൂലക്ക് എവിടെയോ ഇരിക്കണ പെദ്ദിക്കല്ല് കട്ടി? അതായത് 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഈ കല്ലിലേക്ക് വീണെങ്കിൽ ഇവരൊക്കെ അതായത് നിൽക്കേണ്ടിയിരുന്നത് ഇവിടെ ആയിരിക്കണം. ആ ബോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും പ്രതീക്ഷിച്ചിട്ടില്ലേ? ഞാൻ മറ്റൊരു കാര്യം ചിന്തിക്കണേ, ഒരെണ്ണം മുകളിലോട്ട് പോയില്ലായിരുന്നു. അതപ്പോ പെദ്ദി ചന്ദ്രൻ, പെദ്ദി ബുധൻ, പെദ്ദി വ്യാഴം, അതറിഞ്ഞില്ലേ? എല്ലാത്തിനും പെദ്ദി ചേർത്തിട്ട് ഗ്രഹങ്ങളും നക്ഷത്രങ്ങൾക്കും ഒക്കെ ഒറ്റ പേരുള്ളൂ. പെദ്ദി 1, പെദ്ദി 2, പെദ്ദി 3 അങ്ങനെ
ചൊവ്വ, അങ്ങനെയാണ് പേരുകളുള്ളത്. ഇതൊരു മാതിരി ചൊവ്വാദോഷം വന്ന പോലെ തന്നെ ആയിപ്പോയി അല്ലേ? അല്ലേ, ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ഇവരെവിടെ നിന്നു, എവിടെ നിന്ന് കളി കണ്ടു? അത് ഭയങ്കര അല്ലത്. അതൊരു ഈ കളിയിലൊന്ന് അത്ഭുതം തന്നെയാണത്. അത്ഭുതമാണ്. ഇവരെവിടെയാണ് നിന്നിട്ടുള്ളത് എങ്കിൽ അവരവിടെ അടിച്ചതും കണ്ടിട്ടില്ല. അപ്പൊ മുകളിൽ നിന്ന് ഇവിടുന്ന് ഒരു ബോൾ ചുമ്മാ ഇത് മറ്റേ എന്താ പറയാ, ഈ ഇത് ഒന്നും കൂടി കാണാണ്ട് കണ്ടിട്ട് വന്നത് ബാക്കി പറയാം. ഇവിടെ വെച്ചായത് ഭാഗ്യം. വല്ല വത്തിക്കാനല്ലോ മറ്റോ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വരേണ്ടി വന്നേനെ. പെട്ടി അഡ്രസ് ഉണ്ടാക്കാൻ നടക്കാം. അപ്പൊ അഡ്രസ് ഉണ്ടാക്കാൻ നടക്കുന്ന ഭാഗമായിട്ടാണ് അദ്ദേഹം പല അത്ലറ്റ് ആയിട്ട് പല സ്പോർട്സ് പരിപാടികളിൽ ഏർപ്പെടുന്നത്. ഇദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ആക്ഷനാണ്. മറ്റേ സോങ്ങിൽ നിങ്ങൾ കണ്ടു കാണും, ഒന്ന് ഇരുന്നിട്ട് മുക്കിയിട്ടൊക്കെ അടിക്കുക. ഇതുവരെ ആരും കളിക്കാത്ത ഷോട്ട്സ് ഒക്കെ ഇദ്ദേഹം കളിക്കും. പിന്നെ 100 സൈഡ് ബീഡിയും വലിച്ചുകൊണ്ടായി ഇദ്ദേഹം വരുമോ ക്രിക്കറ്റ് കളിക്കാൻ. കണ്ടെടുത്തോളാനുണ്ട്. കണ്ണു നല്ലയോ? വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. ഇഷ്ടമാവും, എനിക്കറിയാം. ആ മുഖത്തിന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും കാണണ്ട. ഞാൻ എന്തൊക്കെ നേടിയെന്നുള്ള സാധനല്ലേ. എന്തൊക്കെയാണ് ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ എത്ര സമയം വേണം? ഒരാള് ജനിക്കാൻ ഇത്ര സമയം മതി. പ്രേമിക്കാൻ പക്ഷേ അതിന്റെ പകുതി സമയം മതി. അതല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു കണ്ണിറുക്കി കാണിക്കുന്നത്. ഈ പറഞ്ഞൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, എന്റെ ട്രാക്ക് വേറെയാ. ദൈവമേ, ഇവൻ അടുത്തിരിക്കുന്ന ടെൻഡർ ക്ഷണിക്കണം. കറണ്ട് വേണം, ചേഞ്ച് വേണത്ര, ചേഞ്ച് അവർക്ക് ചേഞ്ച് വേണത്ര. കൊള്ളാം, പവർ കട്ട് അവിടെ ഉണ്ട് കേട്ടോ. കൊള്ളാം. അത് ഇങ്ങനത്തെ നായകന്മാർക്ക് മേ ബി ഇത് തീർച്ചയായിട്ടും ഞാനിതെങ്ങനെ പറയും? തീരെ തരുന്നാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. പുറത്തു മോനെ തനി ആഭാസൻ. സ്നേഹം കൊണ്ടാ കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ് ഒക്കെ. ചിലർ ഇഷ്ടം പറയാൻ വേണ്ടി കുറെ പൂക്കൾ കൊടുക്കാം, മറ്റു ചിലർ സമ്മാനങ്ങൾ കൊടുക്കാം. ഈ പെറ്റിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് മനസ്സറിഞ്ഞ അങ്ങനെ ചെയ്തത്. അയ്യ, അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയില്ല. കള്ള ലക്ഷണമുണ്ട്. ഞങ്ങൾ മലയാളി വാരക്കാർ ഇങ്ങനെയൊക്കെ ഒന്നും വളച്ചേട്ടി പറയാൻ അറിയില്ല. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. തീർത്ത് തരാം, നീ സൂക്ഷിച്ചോ. ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. അത് തന്നെയാണ് സാർ എനിക്ക് വേണ്ടത്. 2 seconds later. നീ മാത്രം തൊട്ട അത് പകുതിയാവും. ഈ അച്ഛമ്മ കൂടി തൊട്ടാലേ അത് പൂർണ്ണമാവും. ഇവളിത് എന്ത് ഭാവിച്ച? എന്താ എന്റെ ഉദ്ദേശം? നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഇരിക്കണം? കാക്കയുടെ വിശപ്പും മാറി, പശുവിന്റെ കടിയും മാറി എന്ന പഴഞ്ചൊല്ല് അങ്ങനെ ഇവിടെ അനർത്ഥമായിരിക്കുന്നു. രണ്ടുപേരും കൊള്ളാം. சும்மா கேக்குறேன்,
எப்படி தினேஷ் உன்னால மட்டும் இப்படியெல்லாம் யோசிக்க முடியுது? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഇരുട്ടായതൊന്നും കാണുന്നില്ലേ? ഓ, ഹെഡ്ലൈറ്റ് ഒരാൾ വെച്ചിട്ടുണ്ട്. എന്നടാ നടക്കുതിങ്ക? സിനിമയില് ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി ചെയ്യുന്ന സീക്വൻസിനേക്കാൾ എന്ത് സ്റ്റൈലായിട്ടത് തോന്നിയായിരിക്കും. സംഗതി ലൈവാ. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ഇനി മേല ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്തെന്നറിയാൻ നിന്റെ കൈ ഞാൻ വെട്ടു. അവന്റെ ഒരു വെറൈറ്റി അടുത്ത രംഗം കൂടെ. 400 കോടി. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേനെ തല കലിപ്പ് തീരണില്ലല്ലേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഇതിന് അത്ഭുതമൊന്നുമില്ല. ചിരഞ്ജീവികാരും അല്ലേ? തീർച്ചയായിട്ടും ഇത് അതെന്താന്നറിയോ, ആൾക്കത് എപ്പോഴാണ് അറിയോ അത് ആ ലെവലിലായത്? ഫാമിലി ഡ്രാമയൊക്കെ ആ കറണ്ട് പോയപ്പോ ചെയ്തൊരു സംഭവം. അതായിരിക്കും. ഇപ്പൊ ലാസ്റ്റത്തെ കടച്ചിൽ എന്താണെന്നറിയോ, കൈ കൂപ്പിട്ട് പൊന്നാര ചീരുകാരും ഇത് കണ്ടിട്ട് ഇനി അടുത്തത് ഇതേപോലെ കൊണ്ടുവരണ്ടേ എന്നുള്ള അപേക്ഷയാണ് ആ സാധനം. പൊന്നോ, എങ്ങനെ സാധിക്കുന്നത്? കറക്റ്റാണ് ആ ചോദ്യം. നിനക്കിത് എങ്ങനെ സാധിക്കുന്നടാ? ഭീകരം. യജാതി കൺസെപ്റ്റ് അടിപൊളി അടിപൊളി. വിനയ് ഫോട്ടിനെ കൊണ്ടുവരണം, മുകളിലേക്ക് വെടിച്ചിട്ട് അടുക്കരുത്. ഇതിനകത്ത് ശരിക്കും മറ്റേ സാധനമാണ്. സാറ് തോന്നിയതായിരിക്കും. നിങ്ങൾ കേരളത്തിലേക്ക് ഇങ്ങനത്തെ സിനിമകളൊന്നും അടുപ്പിക്കാൻ കേട്ടോ. നിങ്ങൾ അവിടെ 400 കോടിയോ 600 കോടിയോ 1000 കോടി വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. പക്ഷെ ഇമാരി അവരാതൊന്നും ഇങ്ങോട്ട് വിടല്ലേ പ്ലീസ്. ഇന്ത്യ എങ്ങനെ തോറ്റത് ഇറാൻ മറ്റേ അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടൊക്കെ സാർ. അതാണ് മൂഞ്ചിപ്പോയത് അതുകൊണ്ടാണ്. അതെ, സൂര്യവംശിനെയൊക്കെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ശരിക്കും എന്താ ഇങ്ങനെയൊക്കെ 1-2 പേര് പല സിനിമകളും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനത്തെ 1-2 പേരൊക്കെ മതിയായിരുന്നു. വെറുതെ കുറെ സ്വാതന്ത്ര്യ സമര സേനാനികള് ഭാരതത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് അന്ന് ബ്രിട്ടീഷുകാരോട്. ഇവരൊക്കെ ഉണ്ടായിരുന്ന ഈ 2 പേര് മതി. സ്വാതന്ത്ര്യം അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ആളിപ്പോഴാണല്ലോ ജനിച്ചത്. നമുക്ക് എന്തോ ഒരു മെഡൽ കിട്ടിയത് ഒളിമ്പിക്സിൽ ഓട്ടം, എല്ലാം, ഗുസ്തി, ക്രിക്കറ്റ് ഒളിമ്പിക്സിലല്ലോ ഉണ്ടോ? ക്രിക്കറ്റ് വന്നിട്ടില്ല. ഫുട്ബോൾ ഉണ്ടായിരുന്നു. ഫുട്ബോൾ വന്നിട്ടുണ്ട്. അറിയാൻ പറ്റില്ല, ഇനി ഏതെങ്കിലും കാലത്ത് വന്നേക്കാം. ഇതൊക്കെ കിട്ടിയാനോ കേട്ടോ, എല്ലാം കിട്ടുമായിരുന്നു. എല്ലാം ഓട്ടത്തിന് ഓട്ടം എന്നൊക്കെ പറഞ്ഞ ചങ്ങായി ഏത് ലെവല് ഉസൈൻ ബോൾട്ട് പോവും മാറിക്കും. ഉസൈൻ ബോൾട്ട് എന്തായാലും കാണാൻ വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ ട്രിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്, ഗംഭീര സിനിമ. ഇനിയും ഇതുപോലുള്ള അപരാധങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അടുത്ത വിശേഷം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇതിന്റെ തൊട്ട് മുന്നേ ഏതായിരുന്നു ശങ്കറിനും കൂടെ ചേഞ്ച് ചെയ്യും. മൊത്തത്തിൽ ഗെയിമിൽ ചേഞ്ച് വന്നു. ചേഞ്ച് ചെയ്യുന്നൊരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലെയർ. ഇനി അവള് ഗർഭിണി കൂടി ആയി കഴിഞ്ഞാൽ